السلام عليكم ورحمة الله وبركاته. الحمد لله والعاقبة للمتقين فلا عدوان إلا على الظالمين. الصلاة والسلام على أشرف المرسلين نبينا محمد الأمين وعلى آله وصحبه أجمعين. ما بعد. ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഇതര മത ആശയ ആദർശത്തിന്റെ വക്താക്കളെ, വല്ലപ്പുഴയിലുള്ള മുജാഹിദ് പ്രവർത്തകർ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഇസ്ലാഹി പ്രഭാഷണമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് സാധാരണയായി എല്ലാ സന്ദർഭങ്ങളിലും വ്യത്യസ്ത രൂപത്തിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ മുജാഹിദുകൾ സംഘടിപ്പിക്കാറുണ്ട്, നടത്താറുണ്ട്. അതിന്റെ ഭാഗമായി MSM നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പോസ്റ്ററുകൾ കേരളത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഒട്ടിച്ചതുപോലെ ഈ വല്ലപ്പുഴയിലും സമീപ പ്രദേശങ്ങളിലും ഞങ്ങൾ ഒട്ടിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായി നമ്മുടെ അടുത്ത പ്രദേശമായ റഹ്മത്തങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൽ ചില സംശയങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം വീടിന്റെ മുന്നിൽ നബിദിനാഘോഷം അനിസ്ലാമികമാണെന്ന് തെളിയിച്ചാൽ എന്റെ വീടും പറമ്പും തരാൻ റെഡിയാണ് എന്ന ഒരു ഫ്ലെക്സ് തൂക്കുകയുമുണ്ടായി. സ്വാഭാവികമായും മുജാഹിദ് പ്രവർത്തകർ അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹവുമായി നേരിട്ടും ടെലിഫോണിലും സംഭാഷണം നടത്തി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിവരമില്ലാത്ത ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ എന്റെ നാട്ടിലുള്ള മുസ്ലിയാരോട് ചോദിക്കട്ടെ, നമുക്ക് പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്യാം എന്ന് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ വീണ്ടും ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ എന്താണെന്നറിയില്ല, അദ്ദേഹത്തെ കൊണ്ട് ഫ്ലെക്സ് വെക്കാൻ പ്രോത്സാഹനം നൽകിയ ആളുകൾ ഒഴിഞ്ഞു മാറിയതുകൊണ്ടാവാം, സംവാദമെന്ന പേരിൽ ഒരു മുഖാമുഖം സംഘടിപ്പിച്ചുകൊണ്ട് ആ മുഖാമുഖത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വന്ന് ചോദിക്കാം, എന്നിട്ട് സംശയം തീർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാടകം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ അറിയാം, മുജാഹിദുകൾ അവരുടെ ആരുടെയെങ്കിലും വീടിന്റെ മുമ്പിൽ ഒരു സംശയമുണ്ടായ രൂപത്തിലുള്ള ഫ്ലെക്സുകൾ കെട്ടിയതല്ല, മറിച്ച് റഹ്മത്തങ്ങാടിയിലുള്ള ഒരു AP വിഭാഗം വ്യക്തിക്കുണ്ടായ ഒരു സംശയം
സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സംശയം തീർക്കാൻ അദ്ദേഹത്തിന്റെ അതേ വാദമുള്ള ആളുകളെ കൊണ്ടുവന്ന് മുഖാമുഖം സംഘടിപ്പിക്കുക എന്നുള്ളത് അത് വിഡ്ഢിത്തമാണ് എന്നുള്ളത് ബുദ്ധിയുള്ള ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മുജാഹിദുകൾ കേരളത്തും കേരളത്തിന്റെ പുറത്തുമെല്ലാം എല്ലാ കാലഘട്ടങ്ങളിലും പറയാറുണ്ട്, നബിദിനം അനിസ്ലാമികമാണ്, ബിദ്അത്താണ്. അത് ഞങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള സമസ്തയുടെ പുസ്തകങ്ങളിൽ വരെ അവർ എഴുതിവിട്ടിട്ടുണ്ട്. അത് മാത്രമേ ഞങ്ങൾ ജനങ്ങളോട് പറയുന്നുള്ളൂ. അദ്ദേഹത്തെ ഞങ്ങൾ ഇകഴ്ത്തി കാണിക്കുവാനോ അദ്ദേഹത്തെ മറ്റേതെങ്കിലും രൂപത്തിൽ വിമർശിക്കുകയോ അല്ല. നിങ്ങളൊന്ന് ചിന്തിക്കണം, ഇത്തരത്തിലുള്ള ഫ്ലെക്സുകൾ അവനവന്റെ വീടിന്റെ മുന്നിൽ കെട്ടാൻ പല ആളുകളും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഒരു മുസ്ലിയാരും അവരുടെ വീടിന്റെ മുന്നിൽ ഇത്തരത്തിലുള്ള ഫ്ലെക്സുകൾ തൂക്കിയ ചരിത്രം നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. കുറെ കാലമായല്ലോ നബിദിനാഘോഷം ഇസ്ലാമികമാണ് എന്ന രൂപത്തിൽ പുരോഹിതന്മാർ അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. കുറെ കാലമായല്ലോ മുജാഹിദുകൾ അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു പുരോഹിതൻ, ഏതെങ്കിലും ഒരു സുന്നി എന്നവകാശപ്പെടുന്ന ഏതെങ്കിലും ഒരു മുസ്ലിയാർ അവരുടെ വീടിന്റെ മുന്നിൽ നബിദിനം അനിസ്ലാമികമാണെന്ന് തെളിയിച്ചാൽ ഈ വീടും പറമ്പും തരുന്നതാണ് എന്നൊരു ഫ്ലെക്സ് കേരളത്തിൽ എന്നല്ല ലോകത്തെവിടെയും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. അവരുടെ ഏറ്റവും വലിയ ഒരു കുതന്ത്രം എന്നുള്ളത് സാധാരണക്കാരെ കൊണ്ട് ഇങ്ങനെയുള്ള പണികളൊക്കെ എടുപ്പിക്കും, എന്നിട്ട് സാധാരണക്കാരെ വിഡ്ഢികളാക്കും. അതിൽ പെട്ടുപോയ ഒരു പാവപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരാണ്. നബിദിനം അനിസ്ലാമികമാണ് എന്ന് ഞങ്ങൾ ഇന്നും ഇന്നലെയും അല്ലെങ്കിൽ ഏതെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതല്ല. ഈ മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രബോധന പ്രവർത്തനം തുടങ്ങിയത് മുതൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ സ്റ്റേജ് കെട്ടി ഒരു സർക്കാരിന്റെ പെർമിഷനോടുകൂടി എല്ലാ കാലഘട്ടങ്ങളിലും പറയാറുള്ള വസ്തുതയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുജാഹിദ് പ്രവർത്തകർ പറയുന്നത് നബിദിനം അനിസ്ലാമികമാണ്, നബിദിനാഘോഷം അനിസ്ലാമികമാണ് എന്ന് തന്നെയാണ്. അതുതന്നെയാണ് ഞങ്ങൾക്ക് ഇനിയും പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രൂപത്തിൽ ഇസ്ലാമികമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ ഉണ്ടാകാം, എന്നാൽ പ്രമാണത്തിന്റെ യാതൊരു പിൻബലവും അതിനില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീടും ഇവിടെ നടന്ന പരിപാടിയിലും നിങ്ങൾ കത്തുകൊണ്ടുവരൂ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളി നടത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിക്കുന്നതാണ്. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, ഇവിടെ ഒരു സംരക്ഷണവേദി, ഇസ്ലാമിക പാരമ്പര്യ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു വാറോല ഇതിലൂടെ പല ആളുകളുടെ കൈകളിലും എത്തിയതായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പാരമ്പര്യ മുസ്ലിങ്ങളെ മുശിരിക്കും കാഫിറുമാക്കുന്ന ആളുകളാണ് മുജാഹിദുകൾ എന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ അതിൽ കാണുകയുണ്ടായി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങളല്ല ആളുകളെ മുശിരിക്കുകളാക്കിയത്, ഞങ്ങളല്ല മുസ്ലിങ്ങളെ കാഫിറുകളാക്കിയത്, അത് അപ്പുറത്തുള്ള വിഭാഗം തന്നെയാണ്. ഞങ്ങൾ ആരെയും മുശിരിക്കാക്കാറില്ല, ഞങ്ങൾ ആരെയും കാഫിറാക്കാറില്ല. ഇന്നത് കുഫ്രിയത്താണ്, ഇന്നത് ശിർക്കാണ് എന്ന് ജനങ്ങളുടെ മുഖം നോക്കാതെ ഞങ്ങൾ പറയാറുണ്ട്. എന്തിനു വേണ്ടി? പരലോകത്തെ വിജയത്തിന് വേണ്ടിയാണ്. ആരെയും ആരോപണങ്ങൾ നടത്തുകയല്ല. അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അത് ശിർക്കാണ് സഹോദരങ്ങളെ, അത് ചെയ്തു പോകരുത്. പരലോകം നരകത്തിലെത്തിപ്പെടേണ്ട ഏറ്റവും ഭയാനകരമായ അവസ്ഥയുണ്ടാകും എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതിന്റെ പേരിൽ പണം പിടുങ്ങാനല്ല, അതിന്റെ പേരിൽ ലേലം നടത്താനല്ല, അതിന്റെ പേരിൽ ഭൗതിക താൽപര്യങ്ങളല്ല. മരണാനന്തര ജീവിതം പരാജയപ്പെടരുത് എന്ന ഈ സമൂഹത്തോടുള്ള ഗുണകാംക്ഷ മാത്രമാണ് അത്തരം കാര്യങ്ങൾ മതം കൃത്യമായി മുഖം നോക്കാതെ ജനങ്ങളോട് പറയുക എന്നതിന്റെ പിന്നിൽ ഞങ്ങൾക്കുള്ള ചേതോവികാരം. അത് നിങ്ങൾ അറിയേണ്ടതുണ്ട്. എന്നാൽ ഞങ്ങളല്ല ആളുകളെ മുശരിക്കാക്കിയത്. കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് മുശരിക്കാണ് എന്ന് നിങ്ങളാണ് എഴുതിവിട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ മുജാഹിദുകൾ മുശരിക്കും കാഫിറുമാണ് എന്ന് നിങ്ങൾ എഴുതിവിട്ട നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ ഞങ്ങളുടെ കൈകളിലുണ്ട്.
നിങ്ങൾ അപ്പുറം നിന്നുകൊണ്ട് ശിർക്കും കുഫ്റും ആരോപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ മുശ്രിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അത് ഞങ്ങളുടെ നേരെ തിരിച്ചു വിടാനുള്ള കുതന്ത്രം അത് വിലപ്പോവുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പൊ ചർച്ച എവിടെ എത്തിയെന്നറിയാമോ? കാന്തപുരം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ പിന്നിൽ നമസ്കരിക്കാമോ എന്ന് നിങ്ങളുടെ ഒപ്പമുള്ള ഈക്ക വിഭാഗം ആളുകൾ അവർ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹുസൈൻ ചേലമ്ര, എന്റെ ചോദ്യം, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദ തിരുകേശമെന്ന് പറഞ്ഞുകൊണ്ട് ഉടനീളം നടത്തുന്ന കാന്തപുരം AP ബക്കർ മുസ്ലിയാർ, അതുപോലെ സ്വപ്നജീവി, അതുപോലെ തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, ഇവർ ഇത്തരം തെറ്റ് ചെയ്തു എന്ന് സമസ്തക്കും പണ്ഡിതന്മാർക്കും ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ ഇവരോട് തുറന്ന് നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകാര്യമാകുമോ? ഇവർ നിക്കാഹ് ചെയ്താൽ ആ നിക്കാഹ് സ്വീകാര്യമാകുമോ? അതുപോലെ തന്നെ ഇസ്ലാമിനെ മാസപ്പിറ ഉറപ്പിച്ചാൽ അത് സ്വീകരിക്കണമോ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു മറുപടി ലഭിച്ചാലും. നിങ്ങളെ വിശ്വാസപ്രകാരം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കളവ് പറയുമോ? അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടത് കളവ് പറയുന്നത് പോലെയുണ്ട്. ഒരു ഫാസിഖിനോടും ഒരു കാദിബിനോടും തുടരാൻ പറ്റുമോ പറ്റില്ലയോ? ഷാഫി മദ്ഹബ് പറ്റില്ല എന്നാണ്. ഇവിടെ ഒരു പഞ്ചായത്ത് മൗലൂദ് സംഘടിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഏതോ ഒരു വ്യക്തി ഇവിടെ ഒരു പഞ്ചായത്ത് മൗലൂദ് സംഘടിപ്പിച്ചു. AP-യും മീക്കും എല്ലാവരും കൂടിയിട്ടാ ചെയ്തത്. എന്നാൽ ഇവിടെ നിങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അങ്ങ് സംസ്ഥാന തലത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. കാന്തപുരം മതവിശ്വാസികൾ അവർ മുസ്ലിമാണോ അതോ മുസ്ലിമല്ലേ? അവരുടെ പിന്നിൽ നമസ്കരിക്കാമോ അതോ നമസ്കരിക്കാൻ പാടില്ലേ? ചർച്ച ചെയ്യുന്നത് മുജാഹിദുകളല്ല, ചർച്ച ചെയ്യുന്നത് നിങ്ങൾ വഹാബികൾ എന്ന് ആരോപിക്കുന്ന ഞങ്ങളല്ല, മറിച്ച് അത് ചർച്ച ചെയ്യുന്നത് EK വിഭാഗമാണ്. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരാരോപണം, മുജാഹിദുകളെ സംബന്ധിച്ച് ഭീകരവാദികളാണ്. അതിന് രാംജദ് മലാനിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ ഇവിടെ വഹാബികളാണ് ഭീകരവാദികൾ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വാറോലയിൽ കാണുകയുണ്ടായി. ഉടുക്കാനും പുതക്കാനും ഭീകരവാദവും തീവ്രവാദവും കൊലപാതകവും നിങ്ങളുടെ കൈകളിലാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ചേകന്നൂർ മൗലവി അദ്ദേഹത്തിന്റെ തിരോധാനത്തിൽ പിടിക്കപ്പെട്ടത് സലഫികളാണോ അതോ സഖാഫികളാണോ? ഈ കേരളത്തിൽ നിങ്ങൾ നടത്തിയ കൊലപാതകങ്ങൾ EK വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ ഒരു ബലിപെരുന്നാൾ ദിവസത്തിൽ നിങ്ങൾ വയനാട്ട് വെച്ച് കൊന്നുകളഞ്ഞിട്ടുണ്ട്. വാർത്തകൾ ഞങ്ങളുടെ കൈകളിലുണ്ട്. ഞങ്ങൾ ഈ കേരളത്തിൽ നിങ്ങൾ നടത്തിയ ഭീകരവാദവും നിങ്ങൾ നടത്തിയ തീവ്രവാദവും നിങ്ങൾ നടത്തിയ കൊലപാതകങ്ങളും എണ്ണിപ്പറഞ്ഞാൽ മണിക്കൂറുകൾ ഞങ്ങൾക്ക് പറയാനുണ്ടാകും. മുജാഹിദുകൾ ആരെയാണോ ഈ രൂപത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്? അതുപോലെ തന്നെ സഹോദരങ്ങളെ, തടിയന്റെ ഇവിടെ നസീർ സലഫിയാണോ? അദ്ദേഹം ടൈഗർ സുന്നിയാണ് എന്ന പത്രവാർത്തകൾ വന്നത്. തടിയന്റെ ഇവിടെ നസീർ തീവ്രവാദിയാണല്ലോ. ആ വ്യക്തി മുജാഹിദ് മെമ്പർഷിപ്പ് ഉള്ള വ്യക്തിയല്ല, ടൈഗർ സുന്നിയായിരുന്നു, കാന്തപുരം മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ നേരെ നിങ്ങൾ ഈ രൂപത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവോ? അതുകൊണ്ട് വാറോലകൾ നിങ്ങൾ ഇവിടെ സംരക്ഷണ സമിതി എന്ന പേരിൽ ഇറക്കിയാൽ അതിന്റെ പിന്നിൽ ഈ കേരളത്തിന്റെ മുന്നിൽ വിളിച്ചു പറയാൻ കഴിയുന്ന ധാരാളം വിഷയങ്ങളുണ്ട്. അടിസ്ഥാനപരമായ വിഷയങ്ങളെ ഞങ്ങൾ ചർച്ച ചെയ്യാറുള്ളൂ, ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും, അത്രേ പറയാനുള്ളൂ. മറ്റൊരാരോപണം പറഞ്ഞത് മുജാഹിദുകൾ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണ് എന്നാണ്. എവിടെയാ ഞങ്ങൾ ഭിന്നിപ്പുണ്ടാക്കിയത്? ഏത് മഹല്ലിലാ ഞങ്ങൾ ഭിന്നിപ്പുണ്ടാക്കിയത്? ഒരു മനുഷ്യൻ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കണം, അതുമനുസരിച്ചുകൊണ്ട് മതം മനസ്സിലാക്കണം എന്ന താല്പര്യം മുഖേന ഒരു മഹല്ലിൽ മുജാഹിദായാൽ അവൻ സ്വാഭാവികമായും ആ മഹല്ലിൽ കയറി മദ്രസ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കാറില്ല, ഏതെങ്കിലും പള്ളിയിൽ കയറി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കാറില്ല. ഇവിടെ ആ പ്രവർത്തനം ചെയ്തത് കാന്തപുരം മതവിശ്വാസികളാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ അടുത്ത പ്രദേശം റഹ്മത്തങ്ങാടി. ആ റഹ്മത്തങ്ങാടിയിൽ 100 മീറ്ററിനുള്ളിൽ 2 ഖുതുബയാ നടന്നുകൊണ്ടിരിക്കുന്നത്. മുജാഹിദുകളാണോ ഭിന്നിപ്പിച്ചത്? പറയാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇവിടെയുള്ള കാന്തപുരം സുന്നികളാണ്. അത് നിങ്ങൾ അറിയാതെ പോകരുത്, അത് നിങ്ങൾ അറിയണം. അതുപോലെ തന്നെ ഈ റഹ്മത്തങ്ങാടിയിൽ EK വിഭാഗം വെച്ച ഒരു പരിപാടിക്ക് തുരങ്കം വെച്ച് പാര വെച്ചുകൊണ്ട് ആ പള്ളിയിൽ പോലും പരിപാടി നടത്താൻ സമ്മതിക്കാതിരുന്നത് മുജാഹിദുകളാണോ? മുജാഹിദുകളല്ല, അവിടെയുള്ള കാന്തപുരം മതവിശ്വാസികളാണ്. എന്നിട്ട് മഹല്ലിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന് മുജാഹിദുകളുടെ നേരെ ഒരു ആരോപണവും. അങ്ങനെ ഈ കേരളത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ചെറുകോട് ആദ്യമായി അവിടെ മഹല്ലിൽ അടിയുണ്ടായത് അത് APK വിഭാഗമായിരുന്നു. AP വിഭാഗം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു. മുജാഹിദുകൾ ഒരു മഹല്ലിലും ഭിന്നിപ്പുണ്ടാക്കാറില്ല, മുജാഹിദുകൾ ഒരു മഹല്ലിലും അടിയുണ്ടാക്കാറില്ല. ഈ വല്ലപ്പുഴ പഞ്ചായത്തിൽ നിങ്ങളുണ്ടാക്കിയ
കാന്തപുരം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാക്കിയ മഹല്ല് ഭിന്നിപ്പിന്റെയും മദ്രസ പിടിച്ചെടുക്കലിന്റെയും ആ രൂപത്തിലുള്ള കഥകൾ ഈ സ്റ്റേജിൽ നിന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ മതിയാവുകയില്ല. ഞങ്ങളത് പറയും, അത് പറയേണ്ടി വരുത്തും നിങ്ങൾ. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുജാഹിദായാൽ, ഒരു മനുഷ്യൻ മുജാഹിദായാൽ ഒരു മഹലിലും ഭിന്നിപ്പുണ്ടാക്കാറില്ല. ഈ രൂപത്തിലുള്ള ആളുകളാണ്. നിങ്ങൾക്കറിയാമല്ലോ, പല മഹലിലും നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അഡ്രസ് പറഞ്ഞു പോലും ഒരു പള്ളിയിൽ മുദർരിസായി കയറാൻ ഞാൻ AP മതത്തിൽ വിശ്വസിക്കുന്നവനാണ് എന്ന് പറഞ്ഞു പോലും ഒരു പള്ളിയിൽ കയറാൻ നട്ടല്ലില്ലാത്ത വിഭാഗമാണ് ഈ കാന്തപുരം മതവിശ്വാസികൾ. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ആരോപണങ്ങൾ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. എത്ര വിഷയങ്ങളുണ്ട് ഇവിടെ പറയാൻ, എത്ര വിഷയങ്ങളുണ്ട് ഇവിടെ പറയാൻ. ഈ രൂപത്തിൽ വാറോലകൾ ഇറക്കിക്കൊണ്ട് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്കെതിരെ ഇതിനേക്കാൾ വലിയ, എത്രയോ വലിയ നിങ്ങളുടെ ചരിത്രം ഇവിടെ പറയാനുണ്ടാകുമെന്ന്. ഇനി മറ്റൊരു പാരമ്പര്യം എന്താ പറഞ്ഞത്? ഇതൊക്കെ പാരമ്പര്യ മതത്തെ ചോദ്യം ചെയ്യാനാ. എങ്കിൽ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്ന പാരമ്പര്യം എന്താ? ഞങ്ങൾ ഇവിടെ പറയുന്ന പാരമ്പര്യം 1400 വർഷങ്ങൾ പുറകിലേക്ക് പോയാൽ ലഭിക്കുന്ന പാരമ്പര്യമാണ്. ഖുർആനിന്റെയും സുന്നത്തിന്റെയും സലഫ് സാലികളുടെയും പാരമ്പര്യമാണ്. ആ പാരമ്പര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ചോദിക്കട്ടെ ഈ പാരമ്പര്യവാദികളോട്, എവിടെ നബിദിനാഘോഷത്തിന് എവിടെ പാരമ്പര്യം? നിങ്ങളുടെ പുസ്തകം തന്നെ പറയുന്നത് ഹിജ്റ 300 ശേഷം വന്നുനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ ഉത്തമ നൂറ്റാണ്ട് സ്വഹാബത്തും താബിഉകളും തബഉ താബികളും ജീവിച്ച നൂറ്റാണ്ട്. അതിനുശേഷം വന്നതാണ്. എവിടെയാടോ പാരമ്പര്യം നിങ്ങൾക്ക്? അതുപോലെ തന്നെ മൗലൂദ് കഴിക്കാൻ അവിടെ പാരമ്പര്യം, ഉത്താറാത്തിബിന് അവിടെ പാരമ്പര്യം, അതുപോലെ തന്നെ ഈ കുത്തുബിയ്യത്തിന് അവിടെ പാരമ്പര്യം, ഖബർ കെട്ടിപ്പൊക്കാൻ പാരമ്പര്യം എവിടെ? അതുപോലെ തന്നെ ഖബറിൽ പച്ച വിരിക്കാൻ, അവിടെ വിളക്ക് കത്തിക്കാൻ, അവിടെ ജാറം മൂടാൻ എവിടെ പാരമ്പര്യം? നിങ്ങൾക്ക് പാരമ്പര്യം പറയുന്നുണ്ടല്ലോ, എവിടെ അതിന്? സ്വഹാബത്തിന്റെ പാരമ്പര്യം, റസൂലിന്റെ പാരമ്പര്യം, താബികളുടെ പാരമ്പര്യം, തബഉ താബികളുടെ പാരമ്പര്യം, എവിടെയാണോ നിങ്ങൾക്ക് പാരമ്പര്യമുള്ളത്? ഒന്നോ രണ്ടോ തലമുറ പിന്നോട്ട് പോയാൽ അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് പാരമ്പര്യമില്ല. നിങ്ങളുടെ മുടിക്ക് അവിടെ പാരമ്പര്യം, നിങ്ങൾ കൊണ്ടുവന്ന മുടിയുണ്ടല്ലോ, രോമം, ആ രോമത്തിന് അവിടെ പാരമ്പര്യം. ഒരു പാരമ്പര്യമില്ലാതെ ഇവിടെ വന്ന് പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നു എന്നോ? ഞങ്ങൾ പറയുന്നത് പാരമ്പര്യത്തിലേക്ക് പോണെന്ന. ഏത് പാരമ്പര്യം? ഇവർ ഇന്നും ഇന്നലെ ഉണ്ടാക്കിയ പാരമ്പര്യമല്ല. 1400 വർഷം പുറകിലേക്ക് പോയാൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ടാക്കി തന്ന ഒരു പാരമ്പര്യമുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ പാരമ്പര്യം, തിരുസുന്നത്തിന്റെ പാരമ്പര്യം. അതിലേക്ക് കടന്നു വരണം എന്നാണ് മുജാഹിദുകൾ പറയുന്നത്. നിങ്ങൾക്കങ്ങനെ കേരളത്തിൽ ചർച്ച ചെയ്താൽ, ഇന്ന് മുജാഹിദുകളും സുന്നികളും തർക്കത്തിലുള്ള ഏത് വിഷയവും ചർച്ച ചെയ്താൽ എവിടെ അതിലൊക്കെ പാരമ്പര്യം? ചാവടിയന്തത്തിന് എവിടെ പാരമ്പര്യം? മരിച്ചോടത്ത് തൽക്കീനോദാൻ, ഖബർ മൂടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തൽക്കീനോദാൻ എവിടെ പാരമ്പര്യം? മയ്യത്തിന്റെ പുറകെ പോകുമ്പോൾ ദിക്ർ ചൊല്ലാൻ അവിടെ പാരമ്പര്യം ആണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവുമില്ല. ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ ഇമാം 1000 കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫ് സാലിഹ്യങ്ങൾ സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകളും പോണ ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഗസാലി ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട്, ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായാണ് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാതെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ്. ഇത് എഴുതി വെക്കുന്നത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാ. 6-ാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഏകദേശം 8-9 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട. വളരെ ചിന്തിക്കണം. ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ്, സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു.
പക്ഷെ ഇന്ന മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല, അതിന് മനുഷ്യനോട് കഴിയൂല. സ്വന്തം വാപ്പ മറിച്ചാലും അവന് വർത്താനം പറയാം. എവിടെ പാരമ്പര്യം നിങ്ങൾക്ക്? എവിടെയും പാരമ്പര്യമില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സ്വലാത്ത് കച്ചവടം നടത്താൻ ഇവിടെ പാരമ്പര്യം? ഒന്നിനും പാരമ്പര്യമല്ല, ഒന്നിനും പാരമ്പര്യമല്ല. എന്നിട്ട് ആ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നു. ഞങ്ങൾ ചോദ്യം ചെയ്യും. ഇസ്ലാമിലില്ലാത്ത ഏത് കാര്യം വന്നാലും അതിനെ ചോദ്യം ചെയ്യും മുജാഹിദുകൾ. അത് നിങ്ങളോട്, ഈ മതത്തോടുള്ള ഗുണകാംക്ഷയാണ്, നിങ്ങളോടുള്ള ഗുണകാംക്ഷയാണ്. നിങ്ങളത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങളോട് പറയാനുള്ളത് മുജാഹിദുകളാകണമെന്നല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരണമെന്നല്ല, മറിച്ച് നിങ്ങളൊരു പുനർവിചാരണ നടത്തണം. നിങ്ങൾ ഇതുവരെ വിശ്വസിച്ച വിശ്വാസങ്ങൾ അത് ഖുർആൻ പഠിപ്പിക്കുന്നതാണോ, തിരുസുന്നത്ത് പഠിപ്പിക്കുന്നതാണോ? നിങ്ങൾ ചെയ്യുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് റസൂലിനും സഹാബത്തിനും ആ പരിചയമുള്ളതാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കണം എന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആ രീതിയിലായിരിക്കണം വിശ്വാസം പഠിപ്പിക്കേണ്ടത്. നമ്മുടെ നേതാവാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മതപരമാകണമെങ്കിൽ അത് പഠിപ്പിച്ചു തരണം നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പഠിപ്പിച്ചു തരാത്ത, പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത ഹിജ്റ 600-നും ഹിജ്റ 700-നും ഹിജ്റ 1400-നും ഇപ്പോൾ വന്ന മുടി 2 തലമുറ കഴിഞ്ഞാൽ അതിനും അവർ പാരമ്പര്യം വാദിക്കും. അല്ലേ? ഈ രൂപത്തിലാ മൗലൂദിന്റെ പാരമ്പര്യം, ഈ രൂപത്തിലാ മാലകളുടെ പാരമ്പര്യം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രമാണബദ്ധമാണോ എന്ന് നിങ്ങൾ വിലയിരുത്തണം. വിലയിരുത്തണം. എന്തിനു വേണ്ടി? നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഏതെങ്കിലും പണം ആവശ്യമില്ല, എന്തെങ്കിലും സൗകര്യം ആവശ്യമില്ല. നാളെ മരിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ പോകാനുള്ള ഒരു പരലോകമുണ്ട്. ആ പരലോകത്ത് അവിടെ വെച്ചുകൊണ്ട് നാളെ പരലോകത്ത് ആ രീതിയിൽ നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടാകും, നരകത്തിലെത്തിപ്പെടേണ്ടി വരും. അതുകൊണ്ടാ സഹോദരങ്ങളെ, അതാ ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന സംസാരം അത് സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ട്, വളരെ മാന്യമായിക്കൊണ്ട്, കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട്, പ്രമാണബദ്ധമായി പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് മാത്രം ഏത് ആളുകളോടും ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ പറയുന്ന അണ്ണാക്ക് തൊടാതെ വിഴുങ്ങണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾക്ക് പഠിക്കാം, ചിന്തിക്കാം, ആലോചിക്കാം, പരിശോധിക്കാം. എന്നിട്ട് സത്യമാണെന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങളുടെ പരലോകത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ആ ഒരു താല്പര്യത്തോടുകൂടി, സങ്കുചിതത്വ മനോഭാവങ്ങളില്ലാതെ, ഏതെങ്കിലും പക്ഷപാതിത്വ താല്പര്യങ്ങളില്ലാതെ ഈ കാര്യം ഇവിടെ നിന്ന് ശ്രവിക്കണമെന്ന് ഉണർത്തുകയാണ് സഹോദരങ്ങളെ. ഈ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യ പണ്ഡിതൻ നാസിർ സലഫിയാണ്. അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നസീറുദ്ദീൻ റഹ്മാനിയും. ഇവിടെ 8:30-ക്ക് ശേഷം ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടായിരിക്കുന്നതാണ്. അതിന് ഇവിടെ എത്തിയിട്ടുള്ള ഫൈസൽ മുസ്ലിയാർ, അതുപോലെ തന്നെ നബീൽ രണ്ടത്താണി, അവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.